Assalamualaikum. Welcome back to Selva's Kitchen. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ മോരുകറിയുടെ റെസിപ്പിയാണ്. ഇത് നമ്മൾ ഇവിടെ തേങ്ങ അരക്കാതെയും അതുപോലെ തന്നെ വെജിറ്റബിളിന്റെ പീസ് ഒന്നും കൂട്ടാതെയാണ് ഈ ഒരു മോരുകറി തയ്യാറാക്കുന്നത്. നമ്മുടെ മോരുകറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതുപോലെ 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ ചൂടാൻ വേണ്ടി ചട്ടി ഒന്ന് ജസ്റ്റ് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ പെട്ടെന്ന് തന്നെ ചൂടായിട്ട് കിട്ടും. മൺചട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ചെറിയൊരു ടീസ്പൂൺ കടുക് ചേർക്കുക. എന്നിട്ട് നമുക്ക് കടുകൊന്ന് പൊട്ടിച്ചെടുക്കണം. മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ വളരെ ടേസ്റ്റാണ് കഴിക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ മൺചട്ടിയിൽ തന്നെ തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ, ഒരു ചെറിയ ടീസ്പൂൺ ചെറിയ ജീരകം എല്ലാം കൂടെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ. അപ്പോൾ നമ്മുടെ മോരുകറിക്ക് നല്ല സ്മെല്ലും അതുപോലെ തന്നെ ഫ്ലേവറും ഉണ്ടാവും. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് കട്ട് ചെയ്തത്, 2 പച്ചമുളക് കട്ട് ചെയ്തത്, ഇനി ചെറിയ 2 ടീസ്പൂണ് ചെറിയുള്ളി അരിഞ്ഞത്, ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതുപോലെ ചതച്ചത്, ഒരു 2 അല്ലി വെളുത്തുള്ളി ചതച്ചത് എല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റി ഇതിൻ്റെ റോസ് സ്മെല്ലൊക്കെ പോകുന്നത് വരെ വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് പോയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇടിമുട്ടിയിലോ അല്ലെങ്കിൽ കുത്തരിലൊക്കെ ഉപയോഗിച്ചിട്ട് വേണം ചതച്ചെടുക്കാൻ. അതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. ചില ഭാഗങ്ങളിൽ ഇതിന് മോര് കാച്ചിയതെന്ന് പറയും. തേങ്ങ അരച്ചിട്ട് ചെയ്യാറുണ്ട്. ചിലർ വെജിറ്റബിൾസിൻ്റെ പീസ് ആഡ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. നമ്മളിവിടെ വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് പുളി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഈ മോരാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് പുളിവെള്ളം കൂട്ടുന്നത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മോരാണെങ്കിൽ പുളിവെള്ളം ഇതുപോലെ ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന മോരിന് നല്ല പുളിപ്പുണ്ടാവുമല്ലോ. ആദ്യം പുളിവെള്ളം ഒഴിച്ച് തിളപ്പിക്കുന്നുണ്ട്. ഇതുപോലെ ഒരു ബൗൾ മോരാണ് എടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇതുപോലെ വിസ്ക് ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേക്കും നമ്മുടെ പുളിവെള്ളം എല്ലാതും കൂടി ഇൻഗ്രീഡിയൻസ് കൂടി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ മോര് നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ലേ, മോര് ഒഴിച്ചതിന് ശേഷം അധികം തിളപ്പിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. സാധാരണ നല്ല പുളിപ്പുള്ള മോരാണെങ്കിൽ പുളിവെള്ളം ആഡ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി. ഇനി ഇത് തിളപ്പിക്കാൻ പാടില്ല. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ നല്ല കറക്റ്റാണ്. മൺചട്ടി ആയതുകൊണ്ടാണ് ഇതൊന്ന് ചൂടാവാൻ ടൈം എടുക്കുന്നത്. സാധാരണ പാനോ പാത്രമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂടായിട്ട് കിട്ടും. തിളപ്പിച്ചാൽ നമ്മുടെ മോര് അത് പിരിഞ്ഞു പോവും. അതിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇതവിടെ നമ്മുടെ മോരുകറി സെർവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ സാദാ ചോറും അതുപോലെ തന്നെ നാടൻ സ്റ്റൈലിൽ മൺചട്ടിയിൽ ബീഫ് വരട്ടിയതും എടുത്തിട്ടുണ്ട്. നമ്മുടെ മോരുകറി കണ്ടില്ലേ, ഇത് വളരെ ടേസ്റ്റാണ് കഴിക്കാൻ. ഇനിയിപ്പോൾ ബീഫ് വരട്ടിയതൊന്നും ഇല്ലെങ്കിലും വെജിറ്റേറിയൻകാർക്കിത് സാദാ ചോറും ഈ മോരുകറിയും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു കൂടുതൽ ടേസ്റ്റാണ്. കണ്ടില്ലേ, ഇതിങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു കോമ്പിനേഷനാണ്. ഈ ബീഫ് വരട്ടിയതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതിന് മുൻപ് അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഈ ഒരു മെത്തേഡിൽ മോരുകറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ട്രൈ ചെയ്തവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ എപ്പോഴും പറയുമ്പോൾ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യുക. ഓക്കെ, അസ്സലാമുഅലൈക്കും.